ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ ആ കുഞ്ഞിനോട് അങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു. എന്തായാലും ആ കുട്ടി തന്നെയായിരിക്കും നമ്മുടെ മരുമോളായി ഈ വീട്ടിൽ വരാൻ പോകുന്നത്. മാപ്പ് ചോദിക്കാൻ മേഡം, അതൊന്നും വേണ്ട. വേണം രാജു. എന്നോട് ക്ഷമിക്കണം. മാപ്പ്. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ സാർ. വളരെ സന്തോഷം. അങ്ങനെ എല്ലാവർക്കും കൂടി ഈ ഓണം ഒരുമിച്ച് കൂടാൻ പറ്റി. പോട്ടെ മാഡം. സന്തോഷായിട്ട് പോയിട്ട് വാ. ശരി. രാധമ്മേ, വരുന്നു. ആ എല്ലാവരും നിങ്ങൾ വന്നേ. രാജുവിനോടല്ല, ബാക്കി എല്ലാവരോടും കൂടി എനിക്ക് ചോദിക്കാനുള്ളത്. വർമ്മ സാറിന്റെ വീട്ടിൽ ഓണാഘോഷം നടക്കുമ്പോ അവിടെ ഓരോരുത്തരുടെയും പ്രകടനം ഞാൻ കണ്ടു. നിങ്ങളെല്ലാവരും എന്താ പ്രതികാ മാഡത്തോട് ഒരു അകലം കാണിച്ചത്? മാറി നിന്ന് എനിക്കത് തോന്നിയെങ്കിൽ അതനുഭവിച്ച ആ കുട്ടിക്ക് എന്ത് ഫീലിങ്സ് ഉണ്ടായിരിക്കും? ഞാനും അത് നോട്ട് ചെയ്തതാ. എന്തായാലും അത് വളരെ മോശമായി പോയി. ഇവരെന്തും പെരുമാറിക്കോട്ടെ, ഇവർക്ക് അത്രയ്ക്ക് ആ കുട്ടിയോട് സ്നേഹമുള്ളൂ. പക്ഷേ നിന്നെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. നീ അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. ആരുമില്ലാത്ത കുട്ടിയാ. സ്വന്തം അമ്മയെ പോലെയാ ആ കുഞ്ഞ് നിന്നെ കരുതിയത്. നീ അങ്ങനെ കാണിച്ചത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. വേണുവേട്ടനോട് ഞാൻ സത്യം തുറന്നു പറഞ്ഞാലോ? രമ്യ രാജുവായിട്ടുള്ള വിവാഹത്തിന് ഞാൻ വാക്കുകൊടുത്ത കാര്യം. പക്ഷേ ഇപ്പൊ പറഞ്ഞ വേണുവേട്ടന്റെ സ്വഭാവത്തിന് ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. കുടുംബത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടും. ഇപ്പൊ അത് വേണ്ട. എന്താടി നീ ഒന്നും മിണ്ടാത്തെ? ആ കുട്ടിയെ നീ എന്തിനാ അകറ്റി നിർത്തിയെന്ന എന്റെ ചോദ്യം. മനഃപൂർവ്വമല്ല വേണുവേട്ട, എനിക്കെന്തോ അങ്ങനെ പറ്റിയില്ല. മനഃപൂർവ്വം തന്നെയാ. നിന്റെ മനസ്സില് എന്തോ ഒരു കരട് കയറിയിട്ടുണ്ട്. അത് ഉറപ്പാ. എനിക്കത് മനസ്സിലാവുകയും ചെയ്തു. ആ പാരകൾ രാഗിമനിക്കാൻ ഇവിടെ മേസ്ത്രിമാർ ധാരാളം ഉണ്ടല്ലോ. ഓ, ഞങ്ങളൊന്നും പറഞ്ഞില്ലേ? നീയാണോ മേസ്ത്രിമാരുടെ മൂപ്പൻ?
എടേ, നീ ആ കുഞ്ഞിനോട് അങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു. എന്തായാലും ആ കുട്ടി തന്നെയായിരിക്കും നമ്മുടെ മരുമോളായി ഈ വീട്ടിൽ വരാൻ പോകുന്നത്. അമ്മ പറയാൻ പറയമ്മേ. ഇതെന്താ ഇവിടെ കഥകളിയോ? നീയും ഇവരെ പോലെ കലാമണ്ഡലത്തിൽ ചേർന്നോ? കഥകളിയല്ല അച്ഛാ, ഓട്ടെന്നുള്ളത്. ആ, ഇവിടെ ചില കളികൾ കളിച്ചാ ചിലപ്പോ തുള്ളിക്കൊണ്ട് ഓടേണ്ടി വരും. ഈ കഥകളി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അവനെ കഥകളി പഠിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചതായിരുന്നു. ഉവ്വ. അതൊരു ദേവകലയാ, അസുരന്മാർക്ക് ചേർന്ന പണിയല്ല. ആ പിന്നെ ഈ കഥകളി കാണാൻ ഞാൻ എല്ലാ അമ്പലത്തിലും പോകുമായിരുന്നു. അല്ല, ഈ വധമാണല്ലോ കഥ. കീചകവധം, ദുര്യോധനവധം. പിന്നെ ഞാൻ ആ മുൻനിരയിൽ തന്നെ പോയി കിടന്നങ്ങ് ഉറങ്ങും. നേരം വെളുക്കുമ്പം ആൾക്കാരുടെ ഒരു കൂകിവിളിയുണ്ട്. ആ സമയത്ത് ഞാൻ ചാടി എണീറ്റ് അങ്ങ് പോവും. നാട്ടുകാരെടുത്ത് വധിക്കാതിരുന്നത് നന്നായി. ഒന്ന് പറ. ആ, നീ പോവാനോടി? എനിക്കൊരു തലവേദന. ഭർത്താവ് വഴക്കു പറഞ്ഞ ഏത് ഭാര്യയ്ക്കും ഉണ്ടാകുന്ന തലവേദന ഇത്. എന്നെ എന്റെ പുള്ളിക്കാരൻ വഴക്കു പറഞ്ഞ പുള്ളിക്കാരനാരാ? അയ്യോ, എന്റെ കെട്ടിയോയെ. അല്ല, പാലക്കാരൻ, കൊട്ടക്കാരൻ, വട്ടക്കാരൻ എന്നൊക്കെ പറഞ്ഞ ചിലയിടത്ത് ചിലരുടെ പേരുകളാ. അതാ ഞാൻ സംശയിച്ചത്. ഓഹോ. അല്ല, അച്ഛൻ വഴക്കു പറഞ്ഞപ്പോ രാധമ്മയ്ക്ക് തലവേദന വന്നു. എന്റെ പുള്ളിക്കാരൻ എന്നെ വഴക്കു പറഞ്ഞ എനിക്ക് ചുഴലി വരും. ചുഴലിയോ? ചുഴലിയോ? ആ ആ, പ്രാന്ത് വട്ടെന്നൊക്കെ പറയും. എന്നിട്ട് അച്ഛനെ എടുത്തിട്ടിരിക്കും. അലയിച്ചിരിക്കണ്ട, ഞാൻ പറയും സത്യ. ഭാര്യ ഭർത്താവിനെ എടുത്തിട്ട് കൊട്ടാനുള്ള ഒരു വീക്ക് ചെണ്ടയല്ല. അത് ഓർത്തിരുന്ന എല്ലാവർക്കും നല്ലത്. അവരെനിക്കിട്ട് കൊട്ടിയിട്ടാണല്ലോ പോയത്. അവരെനിക്കിട്ട് കൊട്ടി കൊട്ടി മടുത്തു. അച്ഛൻ വിട്ടുകളാ. പഠിച്ചു.